പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് എം സുധാകരൻ, റിട്ടയർഡ് KSEB എഞ്ചിനീയർ, അനർട്ടിൻ്റെ ടെക്നിക്കൽ ടീം മെമ്പർ. ഇപ്പോൾ ഒരു അസോസിയേഷൻ ഇതിനു വേണ്ടി സോളാർ പാനൽ വെച്ച ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു അസോസിയേഷൻ ഫോം ചെയ്തു. ആ അസോസിയേഷൻ്റെ പേര് സോളാർ എനർജി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കേരള. ആ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ വൈദ്യുതി രംഗത്ത് ഉള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്. അതിൽ പ്രധാനമായി നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉപയോഗിക്കുന്ന കറണ്ട് അടയ്ക്കുന്നത് ഏകദേശം ഒരാൾ 2 മാസത്തിലേക്ക് അടയ്ക്കുന്ന തുക 1000, 2000, അല്ലെങ്കിൽ 3000, അല്ലെങ്കിൽ 4000, അല്ലെങ്കിൽ 5000, ആ റേഞ്ചിലാണ് സാധാരണ അടച്ചു വരുന്നത്. ഇപ്പോൾ ഈ ഒരു സോളാർ പാനൽ സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മൾ അടച്ചു വരുന്ന ഈ കറണ്ട് ചാർജ് ലാഭിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു 1000 രൂപ കറണ്ട് ചാർജ് അടയ്ക്കുന്ന ഒരാൾ 2 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റം സ്ഥാപിച്ചാൽ അങ്ങേർക്ക് ഈ 1000 രൂപ ലാഭിക്കാൻ പറ്റും. അത് വയ്ക്കുകയാണെങ്കിൽ ഈ പലരും വിചാരിക്കും ഈ സോളാർ പാനൽ വയ്ക്കുന്നതിന് വളരെയധികം ചിലവ് വരുമെന്ന്. അതൊന്നും വരില്ല. ഏകദേശം ഇപ്പോൾ ഒരു 2 കിലോ വാട്ട് വയ്ക്കുകയാണെങ്കിൽ, ആ സിസ്റ്റം വയ്ക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 85,000 രൂപ മാത്രമേ ചിലവ് വരൂ. എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കതിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ചിലവാകുമെങ്കിലും പിന്നീട് അതിൻ്റെ 40% സബ്സിഡി കിട്ടും. ആ സബ്സിഡി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് 23% കൂടെ കൂടുതൽ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ ഈ സോളാർ സിസ്റ്റം വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ പല കമ്പനിക്കാരും ഇത് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 160 കമ്പനി കേരളത്തിൽ ചെയ്തു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ MNRE സ്കീം എന്ന് പറഞ്ഞ ആ സ്കീമിൽ, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത MNRE സ്കീമിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക്, അതേ കമ്പനിക്കാർക്ക് മുഖാന്തരം നമ്മൾ ഈ സോളാർ പാനൽ വെച്ചാൽ മാത്രമേ ഈ സബ്സിഡി ഒരു കൺസ്യൂമർക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുള്ളൂ. പക്ഷേ അതേപോലെ തന്നെ അനർട്ട് മുഖാന്തരവും ഈ സബ്സിഡി കിട്ടുന്നുണ്ട്. അത് വേറൊരു പദ്ധതിയാണ്. അതിൽ ഈ കമ്പനിക്കാർ ഏകദേശം 45 കമ്പനി ഇപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനിക്കാർ മുഖാന്തരം ചെയ്താൽ അനർട്ട് മുഖാന്തരമുള്ള ഈ സബ്സിഡി കിട്ടും. ഈ പറഞ്ഞത് അനർട്ട് മുഖാന്തരം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ KSEB മുഖാന്തരം ചെയ്യാൻ പറ്റും. ഈ സോളാർ സിസ്റ്റം വയ്ക്കുന്നത് ഇപ്പോൾ 2 സിസ്റ്റം വെച്ചിട്ടാണ്. 2 സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോളാർ സിസ്റ്റം വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വൈദ്യുതി ലൈനിലേക്ക് പോകും, KSEB ലൈനിലേക്ക് പോകും. ആ ലൈനിലേക്ക് പോകുമ്പോൾ KSEB നമുക്ക് കാശ് ഇങ്ങോട്ട് തരണം. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ഈ ലൈനിലേക്ക് നമ്മുടെ വൈദ്യുതി എന്ന് പറഞ്ഞ സോളാർ പാനൽ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്നത് ലൈനിലേക്ക് പോകുന്നതിന് ആ സിസ്റ്റത്തിന് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയും. അതേപോലെ തന്നെ വേറൊരു സിസ്റ്റമുണ്ട്. നമുക്ക് ആ ലൈനിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കാൻ താല്പര്യമില്ല, നമ്മൾ മാത്രമേ ഉപയോഗിക്കണുള്ളൂ എന്ന് വെക്കുകയാണെങ്കിൽ അതിന് ഓഫ് ഗ്രിഡ് സിസ്റ്റം. അതിൽ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ലൈനിലേക്ക് പോകാതെ നമുക്ക് വേറെ അഡീഷണൽ ബാറ്ററി കൂടെ ഇതിലേക്ക് വെക്കേണ്ടി വരും. ആ അഡീഷണൽ ബാറ്ററിയുടെ ചിലവ് കൂടുതലാണ്. അതെന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനേക്കാൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഉദാഹരണം ഞാൻ പറയാണ്. ഈ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന ഈ വീട്ടിൽ 3 kWയുടെ ഒരു സോളാർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സോളാർ സിസ്റ്റം വയ്ക്കുമ്പോൾ അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വൈദ്യുതി ചാർജ് എത്രയാണ് നമ്മൾ അടയ്ക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടുത്തെ കണക്ട് ലോഡ് എന്ന് പറഞ്ഞാൽ 2 AC ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, അയൺ ബോക്സ്, ഗ്രൈൻഡർ, മിക്സി,
പിന്നെ ഉള്ള മിക്കവാറുമുള്ള എല്ലാ ഇലക്ട്രിക് മറ്റും ഇവിടെ ഉണ്ട്. അതിന് 3 കിലോവാട്ട് വൈദ്യുതി മതി. അതിൻ്റെ ഉള്ള സോളാർ സിസ്റ്റമാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് ഇത് വെച്ചപ്പോൾ വയ്ക്കുന്നതിന് മുമ്പ് ഏകദേശം 3000 ചില്ലാനം രൂപ ഒരു മാസം 2 മാസത്തിലൊരിക്കൽ ചാർജ് KSEBിയിൽ അടയ്ക്കുന്നതാണ്. ഇപ്പോൾ അടയ്ക്കുന്നത് 100 അല്ലെങ്കിൽ 130 രൂപ ഒരു മാസം അടയ്ക്കുന്നത്. അപ്പോൾ അത്രയും ലാഭം ഇത് വയ്ച്ചത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 1 കിലോവാട്ട് സോളാർ സിസ്റ്റം വയ്ക്കുകയാണെങ്കിൽ അതിൽ 4 തൊട്ട് 5 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 3 കിലോവാട്ട് ഞാൻ ഇവിടെ വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ 3 കിലോവാട്ടിന് ഏകദേശം 12 തൊട്ട് 15 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. സാധാരണ ഈ വീട്ടിൽ ഇത്രയും എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിലും ഇവിടെ ദിവസം ഒരു 5 യൂണിറ്റ് വൈദ്യുതി മതി. അതായത് 10 യൂണിറ്റ് വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൽ ഇപ്പോഴങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പകൽ സമയത്ത് മാത്രമേ ഇതിൻ്റെ ജനറേഷൻ കിട്ടൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂര്യപ്രകാശത്തു നിന്ന് ഉള്ള വൈദ്യുതി ഡയറക്റ്റ് കറണ്ട് അതിന് ആൾട്ടർനേറ്റ് കറണ്ട് AC ആക്കി മാറ്റിയാൽ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതിൻ്റെ കാര്യങ്ങൾ പറ്റി ഒന്നുകൂടെ വിശദീകരിക്കാൻ വേണ്ടി ഇതിൻ്റെ പാനൽ വെച്ചത് ഒന്ന് കാണാൻ പോകാം. ഇത് 3 kW സോളാർ സിസ്റ്റമാണ് ഇത് വെച്ചിട്ടുള്ളത്. ഈ 3 kW സോളാർ സിസ്റ്റത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു 12 തൊട്ട് 15 യൂണിറ്റ് വരെ ഇതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഈ പാനൽ വയ്ക്കുന്നത് ഏറ്റവും നല്ല കമ്പനികളുടെ പാനൽ വെച്ചാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന അത്ര ഉൽപ്പാദനം ഇതിൽ കിട്ടൂ. അതായത് അദാനി, വാരീസ്, പ്രീമിയർ, കിർലോസ്കർ, അങ്ങനെ കുറേ കമ്പനികൾ, സ്റ്റാൻഡേർഡ് കമ്പനികൾ ഉണ്ടാക്കുന്ന പാനൽ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ടാറ്റ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട പാനലാണ് വെച്ചിട്ടുള്ളത്. ഇത് വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വടക്ക് തെക്കായിട്ട് ചരിച്ച് വേണം ഇത് വയ്ക്കേണ്ടത്. എന്നാലേ സൂര്യപ്രകാശം ശരിക്കും കിട്ടും. ഇത് ഏകദേശം ഒരു 9 ഡിഗ്രി ചരിച്ചാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിലുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാനലിൻ്റെ പേര് മോണോ പെർക്ക് ഹാഫ് കട്ട് പാനൽ എന്നാണ്. ഇതാണ് ഇപ്പോഴും നിലവിലുള്ളത് ഏറ്റവും നല്ല പാനൽ. ഈ പാനലിൽ ഇപ്പോൾ ഈ സൂര്യപ്രകാശം മുകളിൽ വഴിയാണ് ഇത് താഴേക്ക് പോകുന്നത്. പിന്നെ ഇപ്പോഴും പുതിയ ടെക്നോളജി അനുസരിച്ച് സൂര്യപ്രകാശം ഇവിടെയും കിട്ടണം, ഇതിനടിയിലും കിട്ടുന്നു, ആ വിധത്തിലും പാനൽ ഉണ്ടാക്കി വരുന്നുണ്ട്. ഈ പാനലിൻ്റെ കപ്പാസിറ്റി 400 വാട്ട്സാണ്. അതാണ് 8 എണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. 8 എണ്ണം എന്ന് പറഞ്ഞാൽ 400 × 8 3220 എന്ന് പറഞ്ഞാൽ 3.2 കിലോവാട്ട് വൈദ്യുതി ഇതിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് അഡീഷണൽ വരുന്നതാണ്. ഈ ഭാഗം ഇതൊരു അഡീഷണൽ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിന് ഒരു കമ്പനിക്കാർ ഏകദേശം 40,000 രൂപ ചാർജ് ചെയ്യും. ഞാൻ ഇത് അറിയാമെന്നുള്ളതുകൊണ്ട് ഇത് വെച്ചപ്പോൾ ഈ സ്റ്റാൻഡ് മാത്രം വെച്ചതിന് 10,000 രൂപ ചാർജ് ആയുള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ചില കമ്പനിക്കാർ പറയും ആദ്യം കുറച്ച് എമൗണ്ട് പറയും, പിന്നീടാകുമ്പോൾ അത് തികയില്ല, വീണ്ടും തരണമെന്നൊക്കെ പറയും. അങ്ങനെയുള്ളൊരു പറ്റിപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയും. അതേപോലെ തന്നെ ഇതിന് മെയിൻ്റനൻസ് പ്രധാനമാണ്. ഈ പാനലിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഈ ഷാമ്പു, വളരെ തിന്നായിട്ടുള്ള ഷാമ്പു, വളരെ കട്ടിയില്ലാത്ത, അത് ഇതിലേക്ക് കലക്കിയിട്ട് ഇതിങ്ങനെ കോരി ഇതിനെ പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി. ചെറിയ കപ്പ് മഗ് വെച്ചിട്ട് കോരി ഒഴിച്ച് അത് ഒഴിച്ചിട്ട് വനിയം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കടുപ്പമില്ലാത്ത തുണിയിട്ട് തുടയ്ക്കണമെന്നില്ല, വനിയം വേസ്റ്റ് ഇട്ട് തുടയ്ക്കുമ്പോൾ അത് ഒരു 2 മാസത്തിലൊരിക്കൽ ചെയ്താൽ ഇതിൻ്റെ ക്വാളിറ്റിക്ക് കുഴപ്പം വരാതെ. ഈ പാനലിൻ്റെ
ആയുസ് ഒരു കമ്പനി പറയുന്നത് 25 വർഷമാണ്. എന്ന് പറഞ്ഞാൽ 25 വർഷം നമ്മൾ ഇതേപോലെ ഇതിൽ ഒരു ഷെയ്ഡൊന്നും പറ്റാതെ സൂക്ഷിച്ചാൽ 25 വർഷം ഇത് മുഖാന്തരം നമുക്ക് വൈദ്യുതി കിട്ടും. അത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച ആ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് ലൈനിലേക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഈ സിസ്റ്റം ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് ഈ വെച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഇത് ഓരോ പാനലുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയറിയാം കണക്ഷൻ കൊടുക്കും. ഈ കണക്ഷൻ ഇതുമായിട്ട് താഴെ പോയി ആ പൈപ്പ് വഴി അത് പോയിട്ട് ഈ സാധനം ലൈറ്റിനിങ് അറസ്റ്റർ. ഈ ലൈറ്റിനിങ് അറസ്റ്റർ എന്ന് വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഇടിമിന്നൽ ഏതെങ്കിലും വന്നാൽ ഇതിന് ബാധിക്കാതെ, അതുകൂടാതെ തന്നെ ഈ വീട്ടിനും അത് ഒരു സുരക്ഷിതയാണ്. ഈ ലൈറ്റിനിങ് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് മുഖാന്തരം പിന്നെ ഇത് ഈ ലൈൻ വഴി ഇത് ഇതിലേ പോയി എർത്തിലേക്ക് പോകും. ഇതിൽ ഈ പച്ച വയറ് വഴി അത് എർത്തിലേക്ക് പോയി താഴെ എർത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പാനലിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ഈ സോളാർ പാനൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഏരിയ എത്ര ഏരിയ എന്നുള്ളത് മനസ്സിലാക്കണം. സാധാരണഗതിയിൽ 1 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ വയ്ക്കുന്നതിന് വേണ്ടി 10 സ്ക്വയർ ഫീറ്റ്, അതായത് 1 സ്ക്വയർ മീറ്റർ ഏരിയ എന്ന് പറഞ്ഞാൽ ദണ്ട ഇത്രയും എണ്ണം വയ്ക്കുന്നതിന് ദണ്ട ഇത്രയും ഏരിയ മതി എന്ന് പറഞ്ഞാൽ ഈ 3 കിലോ വാട്ടിന് 3 സ്ക്വയർ മീറ്റർ ഏരിയ. ആ സ്ക്വയർ മീറ്റർ ഏരിയ എന്ന് പറഞ്ഞത് ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലമായിരിക്കും. ഷെയ്ഡ് വന്നാൽ നമുക്ക് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയും. അത് മാത്രമല്ല, ഇത് വെക്കുമ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പും വലിയ പ്രധാനമാണ്. ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഏരിയ കുറയ്ക്കാൻ വേണ്ടി ഇതിനെ വളരെ ചേർത്തിട്ടാൽ അതിലുള്ള വൈദ്യുതിയുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഇപ്പോഴ് നിലവിൽ ഇതിപ്പം ഈ 400 വാട്ട്സിൻ്റെ പാനലാണ് വെച്ചിട്ടുള്ളത്. 500 വാട്ട്സിൻ്റെ പാനലുണ്ട്, 540ൻ്റെ ഉണ്ട് ഇപ്പോഴും നിലവിൽ. ഇനി അടുത്ത് 715 വാട്ട്സിൻ്റെ പാനൽ വരാൻ പോകുന്നു എന്ന് ഞാൻ ഒരു പേപ്പറിൽ കണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പാനൽ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഏരിയ വേണ്ട, നിറയെ ഏരിയ കുറയ്ക്കാനാണ്. അപ്പോൾ ഏരിയ കുറച്ചാൽ വേറൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയക്കുള്ള സൂര്യപ്രകാശം ഏരിയ കുറച്ച് വരുമ്പോൾ അത്രയും ഏരിയക്ക് അത് കിട്ടും. അങ്ങനെയുമുള്ള ഒരു പ്രശ്നം അതിൽ വരും. അപ്പോൾ ഈ പാനലിൽ നിന്ന് ഉണ്ടാക്കിയ വൈദ്യുതി എന്ന് പറഞ്ഞാൽ DC കറണ്ട്. ഈ DC കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാ എക്യുപ്മെൻറ്റും AC കറണ്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഉണ്ടാക്കിയ വൈദ്യുതി താഴെ കൊണ്ടുപോയി ഇൻവെർട്ടർ എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ വെച്ചിട്ടാണ് അതിന് AC കറണ്ടായിട്ട് മാറ്റുന്നത്. അത് നമുക്ക് നോക്കാം. നമ്മുടെ മുകളിൽ വെച്ച പാനലിൽ നിന്ന് AC അല്ല DC കറണ്ട്. DC കറണ്ട് ഈ പാനൽ വഴി വരൂ. ആ പാനൽ വഴി വരുന്ന DC കറണ്ട് ഈ ഇൻവെർട്ടറിൽ വന്നിട്ട് ഇതിനെ ആ DC കറണ്ടിനെ AC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ സോളാർ സിസ്റ്റത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ഈ ഇൻവെർട്ടർ ഇപ്പം ഗ്രോ വാട്ടർ എന്നുള്ള കമ്പനിയുടെ, ഇതേപോലെ തന്നെ വേറെ കമ്പനികൾ കിർലോസ്കർ ചെയ്യുന്നുണ്ട്, V-Guard അങ്ങനെയുള്ള പല കമ്പനികളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഇൻവെർട്ടർ നല്ല കമ്പനിയുടെ അത് വേണം വാങ്ങിച്ച് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കുറേ കഴിയുമ്പോൾ ഇതിന് ഡാമേജ് വരാൻ സാധ്യത. എന്നാലും ഈ നല്ല കമ്പനി എന്ന് പറയുന്ന ചില കമ്പനികൾ വയ്ക്കുന്ന ഈ ഇൻവെർട്ടറിൻ്റെ അവർ വാറണ്ടി 10 തൊട്ട് 12 വർഷം വരെ ഇതിന് വാറണ്ടി കൊടുക്കുന്നു. അതാണ് ഇൻവെർട്ടർ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കണക്ഷൻ കൊടുത്താൽ ഇങ്ങനെ ഈ പച്ച ലൈറ്റ് കത്തി, അപ്പോൾ ഇത് ഓക്കെയാണ്. ഈ ഇൻവെർട്ടറിൽ സപ്ലൈ AC ആയി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ഇതൊക്കെ സ്വിച്ചുകളാണ്. ഇത് വലിയ കാര്യമുള്ളതല്ല. ഇതും മെയിൻ സ്വിച്ച്. നമ്മൾ ഈ സോളാർ വൈദ്യുതി ഉണ്ടാക്കിയാൽ അതിന് അളക്കുന്ന മീറ്ററാണ് ഇത്. ഈ മീറ്ററിൻ്റെ പേര് സോളാർ മീറ്റർ. ഈ മീറ്റർ ഇതിൽ എല്ലാം എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്ട് പവർ ഫാക്ടർ, കിലോ വാട്ട്, എന്നിട്ട് ഒന്നുകൂടെ നോക്കിയാൽ ഇതിൽ എത്ര വൈദ്യുതി
പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. അതായത് ഇതിൽ ഒന്നുകൂടെ നോക്കി നമ്മൾ ഇത് നോക്കി മാറി ഇന്ന് ഡേറ്റ് 13/1/24 ഇന്നത്തെ ഡേറ്റിന് ഇപ്പോഴും അത് കാണിക്കും 4387 യൂണിറ്റ് KWH ഇപ്പോഴ് ഈ പാനൽ മുഖാന്തരം ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഈ 4387 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം വെച്ചത് 2-ാം മാസമാണ്. എനിക്ക് തോന്നുന്നത് 8/2-നാണെന്ന്. അപ്പോൾ ഇത്രയും കാലയളവിൽ 4300 യൂണിറ്റ് ഉപയോഗിച്ചു, അല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്തു. അത് ഈ സോളാർ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇത്രയും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 2500 യൂണിറ്റ് ഉപയോഗിച്ചിരിക്കും. ബാക്കിയുള്ള യൂണിറ്റ് കറണ്ട് ലൈനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ലൈനിലേക്ക് പോകുന്നതിന് അതിന് പ്രത്യേകം മീറ്ററാണ് അത് കാണിച്ചത്. സാധാരണ നമ്മുടെ വീടുകളിൽ വെച്ചേക്കുന്നത് എനർജി മീറ്റർ, ഇതേപോലെ ഡിജിറ്റൽ മീറ്റർ തന്നെ. പക്ഷേ ഈ മീറ്ററിനെ നെറ്റ് മീറ്റർ എന്ന് പറയും. ഈ മീറ്റർ വെച്ചേക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ പവർ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ എത്ര ഉപയോഗിച്ചു, അത് എത്ര ലൈനിലേക്ക് പോയി എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അളക്കുന്നതാണ് ഈ മീറ്റർ. ഇതിനെ നെറ്റ് മീറ്റർ എന്ന് പറയും. അപ്പോൾ ഈ നെറ്റ് മീറ്ററും കൂടെ വെച്ചാൽ മാത്രമേ വൈദ്യുതി നമ്മുടെ ലൈനിലേക്ക് പോയി ആ സിസ്റ്റം കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിന് വരുന്നതിന് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കമ്പനിക്കാർ ചെയ്യേണ്ടത്, ഈ ഇതേപോലെ അവിടെ അത്രയും ഭാഗം ശരിയാക്കി വെക്കുമ്പോൾ ഇതിന് പ്രത്യേകം ഒരു ഫീസും കംപ്ലീഷൻ റിപ്പോർട്ടും ഒക്കെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുക്കുമ്പോൾ അവർ ഈ മീറ്റർ വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു വാടക ആണ് പിന്നീട് നമ്മൾ അടയ്ക്കേണ്ടത്. അത് മാസം തോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 അല്ലെങ്കിൽ ഒരു 150 രൂപയ്ക്ക് അത്. അപ്പം ഈ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2000 യൂണിറ്റ് കറണ്ടിൻ്റെ കാശ് ഈ മീറ്റർ മുഖാന്തരം ഇലക്ട്രിസിറ്റി ബോർഡ് തരാറുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില കുഴപ്പങ്ങൾ, അത് ഞാൻ ബോർഡിൽ ഇരുന്നുകൊണ്ട് അത് ആ കുഴപ്പം പറയുന്നത് ശരിയല്ല. അതുകൊണ്ടും ഈ നമ്മൾ ഉപയോഗിച്ചിട്ട് ലൈനിലേക്ക് പോകുന്ന കറണ്ടിൻ്റെ കാശ് ആളുകൾ കിട്ടുന്നില്ല. അതിന് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനൊരു അസോസിയേഷൻ ഫോം ചെയ്തത്. അസോസിയേഷൻ ഓഫ് സോളാർ എനർജി പ്രൊഡ്യൂസേഴ്സ് കേരള. ആ അസോസിയേഷനിൽ കുറേ പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ള ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്താൽ കുറേ കാര്യങ്ങൾ അവർക്കും കൂടെ കിട്ടുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം 1,70,000 പേര് വീടുകളിലും കടകളിലുമായിട്ട് ഈ സോളാർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതും ഓഫ് ഗ്രിഡും ഉണ്ട്, ചിലത് ഓൺ ഗ്രിഡും ഉണ്ട്. അപ്പോൾ ഈ ഓൺ ഗ്രിഡിനാണ് ഈ KCB ആയിട്ട് കൂടുതൽ ബന്ധമുള്ളത്. അപ്പോൾ അതിനുള്ള കാശ് കൊടുക്കുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ അസോസിയേഷൻ മുഖാന്തരം ഇത് പോകാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു സോളാർ സിസ്റ്റം വെക്കുകയാണെങ്കിൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞു 160 കമ്പനി കൂടുതൽ ഇത് വയ്ക്കുന്നുണ്ട്. ചില കമ്പനിക്ക് MNRE എന്നുള്ള അപ്രൂവൽ കാണാത്ത കമ്പനിയായിരിക്കും. അവർ ചിലപ്പോൾ ഇതിൻ്റെ ഈ ആക്ച്വലിൻ്റെ റേറ്റിൽ നിന്ന് കോസ്റ്റ് കുറച്ചുകൂടെ കുറച്ച് തരാമെന്ന് പറയും. പക്ഷെ അത് അങ്ങനെ അവരെ കൊണ്ട് ചെയ്താലുള്ള വേറെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സിഡി സമയത്തിന് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 3 കിലോവാട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞു 3 കിലോവാട്ടിന് 2,20,000 രൂപയാവും 3 കിലോവാട്ട് വെച്ചാൽ. അതിൽ ഇപ്പോഴത്തെ ഇതിൽ 40% സബ്സിഡി നേരത്തെ കൊടുത്തിരുന്നത് 43,760. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച തൊട്ട് അത് 54,000 കൂട്ടി. 54,000 കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം കൂടുതൽ ആൾക്കാർ ഇത് വയ്ക്കുന്നതാണ് അത് അവരുദ്ദേശിക്കുന്നത്, ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കാശ് കിട്ടുന്നത് അതിൽ കിട്ടും. പക്ഷേ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ഈ കേരള ഗവൺമെൻറ് 25,000 വീടിൽ സിറ്റിയിൽ മാത്രം വെക്കാൻ വേണ്ടി ഒരു പദ്ധതി അനർട്ട് മുഖാന്തരം ആയിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്താൽ ഈ ബാങ്ക് വഴി അതിന് ലോണ് കിട്ടും.
അങ്ങനെ ലോൺ കിട്ടുമ്പോൾ ബാങ്കിൽ നിന്ന് ഈ കറണ്ട് ചാർജിക്ക് നമുക്ക് വരുന്നതിൽ നിന്ന് കുറച്ചുകൂടെ പൈസ ബാങ്കിൽ അടച്ച് ഇതിനെ ശരിയാക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് തന്നെ ഈ സോളാർ പാനൽ വെച്ചാൽ നമുക്ക് കറണ്ട് ചാർജിന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ലാഭമായിട്ട് വരാം. പിന്നെ 5 വർഷം കഴിയുമ്പോൾ അത് ഈ നമ്മൾ എത്ര കറണ്ട് ചാർജ് അടച്ചാൽ അത് 5 വർഷത്തേക്കുള്ളതിനെ വെച്ച് കണക്കാക്കിയാൽ നമ്മൾ വെച്ചതിൽ ബാക്കിയുള്ള ലാഭമായിട്ട് വരും. അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇത് അനാട്ടിൽ ഇതുണ്ടായിരുന്നതുകൊണ്ട് പല നല്ല കമ്പനിക്കാർ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് വെക്കുകയാണെങ്കിൽ ഇതിനുള്ള ഉപദേശം ഞാൻ തരാം. ആ കമ്പനിക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചിട്ട് അവർ വേണ്ട അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ബാക്കിയുള്ള കാര്യം ചെയ്യും. അപ്പോൾ ഇതിന് നമുക്കിത് വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ചില സബ്സിഡിയൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിന് മുമ്പേ ഈ സബ്സിഡി ഉള്ള സമയത്ത് ഇത് വെക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അപ്പോൾ അത് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ 944 714 75 76. ലാൻഡ് ഫോണിൻ്റെ നമ്പർ 0471 222 70 55. എൻ്റെ വീട് സെൻറ്റ് തോമസ് ഗവൺമെൻറ് ആലമൂട് നെയ്യാറ്റിൻകര, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ വന്ന് വിളിക്കുകയോ എന്നെ എപ്പോഴും വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. ഞാനിതിന് ബന്ധപ്പെട്ട എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും പറഞ്ഞു തരാം. നിർത്തുന്നു.